കായ്ഫലമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് നാരകം വീട്ടിൽ നിൽപ്പുണ്ട്. അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇല കൊണ്ട് ഇതൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നാരകത്തിൻ്റെ തളിരിലകളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. വേരുകൾക്കും തടിക്കും അധികം ബലമൊന്നുമില്ലാതെ അപ്പുറത്തെ വീട്ടിലെ മതിലിനോട് ചേർന്നാണ് ഈ നാരങ്ങ മരം നിൽക്കുന്നത്. എന്നാലും അത് വെട്ടിക്കളയാത്തത് തന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കറി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഏത് ചെടിയായാലും മരമായാലും കായ്ഫലമൊന്നും ഇല്ലെങ്കിലും അതൊക്കെ മുറിച്ച് കളയുന്നതിനോട് എനിക്ക് വലിയ വിരോധമാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കറി. ഈ കറി ഉണ്ടാക്കാൻ നാരകത്തിൻ്റെ തളിരിലകളാണ് വേണ്ടുന്നത്. ഭാഗ്യത്തിന് അത് തന്നെയാണ് നമുക്കിന്ന് കിട്ടിയതും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളെല്ലാം അരിഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത ആ ഇലയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ലേശം ഒരു കഷ്ണം ഉള്ളിയും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് ഇതെല്ലാം കൂടി മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കോരി നോക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ നിറം മാറി വരുന്നുണ്ടോ, ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. ഏകദേശം ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഇനി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതെല്ലാം കൂടി ഇടാം. അതിനുശേഷം ഒരു ലേശം പുളിയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. അടുത്ത് നമ്മൾ കറി ഉണ്ടാക്കാനുള്ള ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ തിളയ്ക്കുന്നിടം വരെ ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചോറിൻ്റെ കൂടെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ കായ്ഫലമുള്ളതും കായ്ഫലം ഇല്ലാത്തതുമായ നാരകത്തിൻ്റെ ചെടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നാരങ്ങയുടെ ടേസ്റ്റൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.